അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുന്നേ ഷബീർ വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് തയ്യാറാക്കാൻ പോണത് ഈസ്റ്റേൻ്റെ ബ്രാഹ്മിൻസ് പൗഡർ വെച്ചിട്ടൊരു അടിപൊളിയൊരു സാമ്പാർ. സാമ്പാറിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തെല്ലാം ഒന്ന് കാണാം. സാമ്പാർ പൗഡർ, പരിപ്പ്, വലിയ ഉള്ളി, വെണ്ടയ്ക്ക, ക്യാരറ്റ്, കുമ്പളം, 2 പച്ചമുളക്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ തക്കാളി, കൂസ. ഏത് വെജിറ്റബിൾസാണ് അടുത്തുള്ളത് വെച്ചാൽ അതെടുക്കാം. പുളി പിഴിഞ്ഞത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, താളിപ്പിനുള്ളത് കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിയിലും കൂടി. ഇനി സാമ്പാർ റെഡിയാക്കാം. കുക്കറിലോട്ട് കുതിർത്തി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തക്കാളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സബോള, എടുത്തു വെച്ച മസാലക്കൂട്ടും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി അതിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി അത് വേവിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാം വെന്തിക്കണ. കുക്കർ ഓപ്പൺ ചെയ്ത് പരിപ്പ് എല്ലാം ഒന്ന് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസുകളെല്ലാം ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാ കഷ്ണങ്ങളും ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുക്കാം. ഇനി ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എടുത്തു വെച്ച വെണ്ടയ്ക്ക ഒന്ന് സോൾട്ട് ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ ഇതാവേണ്ട, ഒരു മീഡിയത്തിലായാൽ മതി. പിഴിഞ്ഞു വെച്ച പുളിയിലോട്ട് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സായി വന്നു. ഇനി വെജിറ്റബിൾസ് എല്ലാം വെന്തിക്കണോ എന്ന് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ വെന്തിക്കണ. ഇനി അതിലോട്ട് എടുത്തു വെച്ച സാമ്പാർ പൊടി, പുളി, ആ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മസാലകളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് കുറച്ച് വെണ്ടക്ക മാറ്റി വെച്ചത് അതും മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ സാമ്പാർ നല്ല പോലെ തിളച്ച് വന്നു. സാമ്പാർ റെഡി. ഇനി സാമ്പാർ താളിപ്പിനായിട്ട് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും കൂടി ഇട്ട് കൊടുത്ത് കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് ഉണക്കൽ മുളക് 2 ചേർത്ത് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കറിയിലോട്ട് അത് ഒഴിച്ച് കൊടുക്കാം. ഇനി കറി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സാമ്പാറെല്ലാം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. സാമ്പാറെല്ലാം ഇപ്പോൾ നല്ല പോലെ റെഡിയായി കിട്ടി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.